അതെ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒരാളെടുത്തുനിന്ന് പൈസ വാങ്ങുക വേറൊരാൾക്ക് കൊടുക്കും. എടാ പൊട്ട, അങ്ങനെയല്ലടാ. ആദ്യം നമ്മള് പിച്ചാത്തിന്റെ അടുത്ത് 75 മേടിക്കും. എന്നിട്ട് ആ 75 20-ാം തീയതി നമ്മള് സുശീലിനോട്. ആ 75 ഒരു 4 ദിവസം കഴിയുമ്പോ സുശീലെ ഞമ്മക്ക് തരൂ. അപ്പൊ അളിയൻ എന്താ ഇതിൽ ലാഭം? 15-ന് 75 പിച്ചാത്തി കൊടുക്കണ്ടേ? കൊടുക്കണോ? അത് നമ്മൾ ഇന്ന് കൊടുക്കൂല. പിന്നെ അത് നമ്മൾ വേറെ റോൾ ചെയ്യും. അതാണ് റോളിങ്. എവിടുന്ന്? അതൊക്കെ ഉണ്ട് സുക്കൂറെ, ഈ കണ്ടോണ്ടി. ഈ ദുബായിന്ന് വന്നെന്ന് നമ്മൾ അറിഞ്ഞ് നമ്മൾ എന്നെ ഒന്ന് കാണാൻ നിൽക്കേനി. എന്താ മൂസക്ക് സുഖല്ലേ? ഇപ്പൊ മീൻ കച്ചവടമൊന്നുമില്ലേ? അല്ല, മീൻ കച്ചവടം നമ്മൾ തൽക്കാലം വേണ്ടാച്ച്. ഇപ്പൊ MAT മാത്രമേ ഉള്ളൂ, മീനില്ലാന്ന് തോന്നുന്നു. വീട്ടിൽ വന്ന സുലൈമാൻ കുടിച്ചിട്ട് പോവാ. അതിനൊന്നും നേരല്ലേ റഹീമേ. എന്നോടൊരു സഹായം ചോദിക്കാനാണ് നമ്മൾ നിന്ന്. എനിക്ക് ഈ ഒരു 75,000 ഉറുപ്പ്യ തരണം. 10 ദിവസം കൊണ്ട് മടക്കി തരും. അതിനെന്താ ഇപ്പൊ തരാലോ? ഇപ്പത്തെ വേണ്ട, ഈ മാസം 15-ന് തന്നാ മതി. ഓ, നമ്മുടെ പേരേക്ക് വരണ്ട്. ഓ ഓ ശരി. ശരി. അളിയ, ഇങ്ങള് വല്ലാത്തൊരു പയതട്ടോ. എന്തേ? പണിയെടുത്ത് ജീവിക്കുന്നവരെ പൈസ തിരിച്ച് ജീവിക്കുക. ഞാൻ ഈ പരിപാടി തുടങ്ങാൻ പോവാ. ഓൾ ദി ബെസ്റ്റ് അളിയ. ഇനി അളിയൻ ഐശ്വര്യമായിട്ട് അതിൽ നിന്ന് ഒരു 50 ഉറുപ്പ്യ എനിക്കുണ്ടാ. ഏതാ 50? പിച്ചാത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിയ 75-ല്ലേ, അതിൽ നിന്ന് 50. അത് ശരിയാവില്ല. ഇന്നിപ്പോ 30 അല്ലേ, അടുത്ത മാസം 15-ന് മുമ്പ് തരാ. അപ്പൊ ഞാനെങ്ങനെ പിച്ചാത്തി കൊടുക്കും? അത് റഹീം തരൂലേ. അപ്പൊ റഹീമിനോ? അത് ഞാൻ തരൂലേ. ഞാൻ റോൾ ചെയ്യും. അളിയൻ ഐശ്വര്യമായിട്ട് പൈസ തന്നെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അളിയനാണ് എന്റെ ഗുരു. ആ കൈ കൊണ്ട അതിന്റെ നന്ദി എനിക്ക് എന്നുണ്ടാവളിയാ. നന്ദിയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി. നമുക്ക് സമയത്തിന് കായ് കൈമ കിട്ടണം. കടിച്ചാ നീ ഇവിടുന്ന് ബസ്സിനാണ്ട് പോയിക്കോ, ഞാൻ വണ്ടിക്കാണ്ട് പോവുക.